ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താൻ SITയുടെ തീരുമാനം. 2025-ൽ ദ്വാരപാലക ശില്പങ്ങളും കട്ടിളപ്പാളികളും സ്വർണം പൂശാനായി നൽകിയത് ഹൈക്കോടതിയുടെ അനുമതി വാങ്ങാതെയാണെന്നാണ് SITയുടെ കണ്ടെത്തൽ. ശബരിമല ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പങ്ങളിലെയും കട്ടിളപ്പാളിയിലെയും സ്വർണം അപഹരിച്ച സ്വർണ്ണക്കൊള്ള കേസിലാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെയും പ്രതി ചേർക്കുന്നത്. 2025-ൽ ദ്വാരപാലക ശില്പങ്ങളും കട്ടിളപ്പാളികളും സ്വർണം പൂശാനായി നൽകിയത് ഹൈക്കോടതിയുടെ അനുമതിയോടെ അല്ല എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഇവ കൈമാറിയതിൽ വലിയ ദുരൂഹതയുണ്ടെന്നും മുൻ ഭരണസമിതിക്ക് ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചുവെന്നും അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. ഈ ഇടപാടിൽ കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. കൂടാതെ 2019-ൽ നടന്ന സമാനമായ ഇടപാട് മറച്ചുവെക്കാനും മുൻ ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടായതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. പ്രസിഡന്റിന്റെയും അംഗങ്ങളുടെയും പൂർണ്ണമായ അറിവും ബോധ്യത്തോടും കൂടിയാണ് ഭരണസമിതി അംഗങ്ങൾ പാളികൾ കൊടുത്തുവിട്ടതെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.